എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 109 ശ്ലോകം മുതലാണ് നോക്കുന്നത്. സാൽവൻ വന്നച്ഛനെ കൊന്നൊരു മറിവു കുറഞ്ഞൊന്നതംഗീകരിച്ചിട്ടെല്ലാം പോയി ചെന്നു വന്നീടിന ഗതിയവനും നൽകിനാനേകഭാവം. കല്യാണങ്ങൾക്കു മൂലം തവ പദകമലം സേവ ചെയ്താവതെല്ലാം നിർലജ്ജം കീർത്തനം ചെയ്വതു കിമപി ചെവിക്കൊള്ളുക വാമാലയേശ. ഗുരുവായൂരപ്പനോട് എടത്തുപുറത്തപ്പനോടൊരു അപേക്ഷയാണ് പൂന്താനം ചെയ്യണത്. അതിനു മുമ്പ് ഒരു യുദ്ധത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ആരുമായിട്ടാ? ഭഗവാൻ ദ്വാരകയിലില്ലാത്ത സമയത്ത് ഒരു യുദ്ധം ഉണ്ടായി. ദ്വാരകയിൽ ശിശുപാലൻ്റെ കൂട്ടുകാരനാണ് സാൽവരാജാവ്. സാൽവരാജാവ് രുക്മിണിയുടെ വിവാഹ സമയത്ത് യുദ്ധത്തിൽ യാദവന്മാരോട് തോറ്റു. ശ്രീകൃഷ്ണൻ രുക്മിണിയെ തേരിൽ കയറ്റിക്കൊണ്ടുപോവുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം യാദവന്മാരോട് യുദ്ധം ചെയ്തു. ഈ യാദവന്മാരോട് തോറ്റ ആളാണ് സാൽവരാജാവ്. അപ്പോൾ കുപിതനായി അദ്ദേഹത്തിന് ദേഷ്യം വന്നു. യാദവന്മാരെയൊക്കെ ഉന്മൂലനാശനം ചെയ്യും എന്ന് അങ്ങോട്ട് സത്യം ചെയ്തു. അതിനായിട്ട് പരമശിവനെ സേവിച്ച് പ്രത്യക്ഷാക്കി ഒരു വിമാനം സമ്പാദിച്ചു അത്രേ. അതിൻ്റെ പേരാണ് സൗഭം എന്നു പേരായിട്ടൊരു വിമാനം പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി നേടി. അങ്ങനെ ആ വിമാനം എങ്ങനെയാണെന്നോ, ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തിലും ഒക്കെ ഒരുപോലെ ആ വിമാനം സഞ്ചരിക്കും അത്രേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിശുപാലനെ ഭഗവാൻ രാജസൂയ സദസ്സിൽ വെച്ച് കൊന്നത്. അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിശുപാലനെ വധിച്ചു. 101 അപരാധം ചെയ്യാൻ 101 അപരാധം പറയാൻ കഴുത്തിന് മേലെ തലയുണ്ടായില്ല എന്ന് പറഞ്ഞുല്ലോ. ആ ശിശുപാലനെ രാജസൂയ സദസ്സിൽ ഭഗവാൻ കൊന്നപ്പം പിന്നെയും ദേഷ്യമായി. ശ്രീകൃഷ്ണനോടും യാദവ വംശത്തിനോടും ഒക്കെ വീണ്ടും ദേഷ്യം, വൈരം മൂത്തു സാൽവന്. അപ്പോൾ സാൽവൻ എന്ത് ചെയ്തു? ഈ സൗഭം എന്ന ഈ വിമാനത്തിൽ കയറി ദ്വാരകയിലേക്ക് യുദ്ധത്തിനായിട്ട് പോയി. ഭഗവാൻ അവിടെ ഇല്ല. ഭഗവാൻ ഇല്ലാത്ത സമയമാണ്. ഭഗവാന്റെ മക്കളെ ആണ് ഉള്ളത്. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലാണ്. എന്താ വെച്ചാൽ അവിടുത്തെ രാജസൂയമൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, പോകുന്നില്ല. അപ്പോഴാണ് ഇയാൾ വേഗം അവിടേക്ക് ദ്വാരകയിലേക്ക് യുദ്ധത്തിനായിട്ട് ചെന്നത്. ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നനാണ് സാൽവനോട് യുദ്ധം ചെയ്തു. തുടർച്ചയായി യുദ്ധം ചെയ്തു. ഭയങ്കര യുദ്ധം ആണ് നടന്നത്. ഈ യുദ്ധത്തിൽ സാൽവൻ്റെ മന്ത്രിയായിട്ട് ഒരു ദ്യുമാൻ എന്നൊരാളുണ്ട്. ആ ദ്യുമാൻ എന്ത് ചെയ്തു? ഈ പ്രദ്യുമ്നൻ്റെ തലയ്ക്ക് ഗദ കൊണ്ടടിച്ചു. അപ്പോൾ ആ ഗദ കൊണ്ടുള്ള അടി കിട്ടിയപ്പം ഈ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? മോഹാലസ്യപ്പെട്ടു വീണു. മോഹാലസ്യം വന്നു. അപ്പോൾ സാരഥി, ഈ പ്രദ്യുമ്നൻ്റെ തേരോടിക്കണ ആള് എന്ത് ചെയ്തു? യുദ്ധക്കളത്തിൽ നിന്ന് ഈ പ്രദ്യുമ്നനെ മാറ്റി നിർത്തി. കുറേ കഴിഞ്ഞപ്പം ബോധം വന്നു പ്രദ്യുമ്നന്. അപ്പോൾ ദേഹശുദ്ധി ജലം വെള്ളം എടുത്തിട്ട് കാലും മുഖമൊക്കെ കഴുകിയപ്പോൾ ഒരു സുഖമൊക്കെ തോന്നിയപ്പോൾ വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വേറെ ചിലരൊക്കെ പ്രദ്യുമ്നനെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കരമായിട്ടുള്ള യുദ്ധം വീണ്ടും തുടങ്ങി. 27 ദിവസം യുദ്ധമായിരുന്നു. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാന് ചില ദുർനിമിത്തങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. കുറേശ്ശെ ദുർനിമിത്തങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, ദ്വാരകയിൽ എന്തോ ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ഇങ്ങനെ ഊഹിച്ചു. അങ്ങനെ അവിടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് ഓടിയെത്തി. അവിടെ എത്തിയപ്പോൾ എന്താ, വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര യുദ്ധമാണ്. സാൽവനും പ്രദ്യുമ്നനും മറ്റുള്ളവരെല്ലാവരും കൂടി.
അങ്ങനെ ഭഗവാന്റെ തേരാളിയാണ് ദാരുകൻ. ദാരുകൻ തെളിക്കുന്ന തേരിൽ കയറി ഭഗവാനും യുദ്ധക്കളത്തിലെത്തി. അപ്പോൾ പ്രദ്യുമ്നൻ തുടങ്ങിയവരുടെ യുദ്ധത്തിൽ സൈന്യങ്ങൾ ഒരുപാട് ഈ സാൽവന് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പുറമെ ഭഗവാനെയും കൂടി കണ്ടപ്പോൾ വലിയ പേടിയായി. അപ്പോൾ ഭഗവാന്റെ നേരെ അസ്ത്രങ്ങളും ഗദ തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഈ വർഷിക്കാൻ തുടങ്ങി. ഭഗവാൻ എന്ന് ലീലാമാനുഷധാരിയാണ്. ഭഗവാൻ ലീലയാ മാനുഷവേഷം ധരിച്ചതാണ് ഭഗവാൻ വൈകുണ്ഠനാഥൻ അല്ലേ. ഭഗവാൻ അതിനൊന്നും ഒരു പേടിയില്ല. തോൽക്കുന്നത് ചില സമയത്ത് തോറ്റു എന്നൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തു ഭഗവാൻ. ചിലപ്പോൾ ജയിച്ചതായിട്ട് അഭിനയിച്ചു. അങ്ങനെ സാൽവൻ മായ കാണിക്കാൻ തുടങ്ങി, മായായുദ്ധം തുടങ്ങി എന്നാണ്. മായ കൊണ്ട് വസുദേവർ എന്ന് തോന്നിക്കണ, വസുദേവർ ശ്രീകൃഷ്ണൻ്റെ അച്ഛനാണ് എന്ന് തോന്നിക്കണ ഒരാളെ ഈ സാൽവൻ പിടിച്ച് കെട്ടി കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് നിർത്തി. ഇതാ അച്ഛനെ, കൃഷ്ണ നിൻ്റെ അച്ഛനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, വെട്ടിക്കൊല്ലാൻ പോവുകയാണ്, നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ രക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് സാൽവൻ എന്ത് ചെയ്തു, ഈ വസുദേവരെന്ന് തോന്നിക്കണ ആ ആളുടെ ശിരസ് വെട്ടി ഭൂമിയിലിട്ടു. പെട്ടെന്ന് ഭഗവാൻ ഒന്ന് ആലോചിച്ചു. ഇത് മായയ്ക്കൊക്കെ അതീതനായ ഭഗവാനോടാണ് സാൽവൻ മായ കാണിക്കുന്നത്. ഭഗവാനുണ്ടോ മായയുടെ ബാധ? എല്ലാം സാൽവൻ്റെ മായയാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. പിന്നീട് ഇങ്ങനെ ഒരു താമസവും ഇല്ലാണ്ട് ആ ഭഗവാന്റെ ഗദയുണ്ടല്ലോ, കൗമോദകി എന്നാണ് ഭഗവാന്റെ ഗദയുടെ പേര്. ആ കൗമോദകി എടുത്തിട്ട് സാൽവൻ്റെ വിമാനം അടിച്ചു പൊട്ടിച്ചു. ആ സൗഭം എന്ന വിമാനം പൊളിഞ്ഞ് കഷ്ണമായി സമുദ്രത്തിൽ പതിച്ചു എന്നാണ് പറയണത്. അപ്പോൾ സാൽവൻ ഗദയും കയ്യിലെടുത്ത് ഭഗവാന്റെ നേരെ ഗദായുദ്ധത്തിനായിട്ട് ഓടി വന്നു. ആ ഭഗവാൻ അസ്ത്രം എടുത്തിട്ട് അയാളുടെ കൈ രണ്ടും മുറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് സൂര്യനെ പോലെ തേജസ്സുള്ള ആ സുദർശന ചക്രം ഉണ്ടല്ലോ, അത് സാൽവൻ്റെ ശിരസ് മുറിച്ച് ഭൂമിയിലിട്ടു എന്നാണ് പറയണത്. അങ്ങനെ ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോൾ ദേവന്മാർ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നൊക്കെയാണ് പറയണത്. ആ ഒരു കഥയാണ് ഈ ആദ്യത്തെ 2 പാദത്തിൽ പൂന്താനം പറയണത്. അതിന് ശേഷം കല്യാണങ്ങൾക്ക് മൂലം തവ പദകമലം സേവ ചെയ്ത് എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം, ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം തവ പദകമല സേവയാണ്. ഭഗവാന്റെ പാദകമലം അവിടുത്തെ പാദപത്മത്തിൽ ആവുന്ന പോലെ സേവ ചെയ്യുന്നതാണ് ഈ ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം എന്ന് അതനുഷ്ഠിച്ച ഭഗവാന്റെ പാദസേവ ചെയ്ത് നിർലജ്ജം കീർത്തനം ചെയ്യുന്നത്, മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഉറക്കെ. അതാണ് നിർലജ്ജം, ലജ്ജയില്ലാതെ ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് കിമപി ചെവിക്കൊള്ളുക. ഭഗവാനെ കുറച്ചെങ്കിലും ഒന്ന് ഞാൻ ഇങ്ങനെ സ്തുതിക്കണതേ, പൂന്താനം പറയാണ്, ഞാൻ അവിടുത്തെ നാമങ്ങളും സ്തുതികളും നിർലജ്ജം ലജ്ജ വിട്ട് സ്തുതിക്കണുണ്ട്, അതൊന്ന് കുറച്ച് നേരമെങ്കിലും കേൾക്കുമോ ഭഗവാനെ എന്നാണ് എർത്തുപുറത്തപ്പനോട് ചോദിക്കണത്. കുറച്ചെങ്കിലും ഒന്ന് കേൾക്കുമോ എൻ്റെ എർത്തുപുറത്തപ്പ എന്നാണ് പൂന്താനം ചോദിക്കണത്. ദ്രോഹികൾക്ക് മോക്ഷം കൊടുക്കുന്നില്ലേ? അപ്പോൾ ദ്രോഹം ചെയ്യുന്നവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. ഭഗവാന്റെ കൈകൊണ്ട് ആര് മരിച്ചാലും മോക്ഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിന്നെ സ്തുതിക്കുന്ന ഈ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണേ എന്നാണ് പൂന്താനം പറയണത്. എന്നെയും കൂടി ഒന്ന് മൈൻഡ് ചെയ്യണേ. ദ്രോഹം ചെയ്യുന്നവരെ ഒക്കെ മോക്ഷം കൊടുത്ത് രക്ഷിക്കണില്ലേ?
അപ്പോൾ ഈ നിന്നെ സ്തുതിക്കുന്ന എന്നെ ഒന്ന് നോക്കാത്തത് എന്താണ്? എന്നെയും കൂടി ഒന്ന് നോക്കണേ അതിൻ്റെ ഇടയിൽ എന്നാണ് പൂന്താനം പറയണത്. പിന്നീട് ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ബലരാമൻ തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് പോയി. ആ പോയ സമയത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ബലരാമൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനനും ഭീമൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഇഷ്ടനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയും യുദ്ധം ചെയ്യണത് കാണാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് തീർത്ഥയാത്രയ്ക്ക് എന്നും പറഞ്ഞിട്ടൊരു പോക്ക് പോയി ബലരാമൻ. എന്നിട്ടോ എന്തുണ്ടായി? യുദ്ധം ഏതാണ്ട് അവസാനം, ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടാണ് ഭീമനും, അവസാനമാണ് ദുര്യോധനനെ ഭീമൻ തുടക്കടിച്ച് കൊല്ലണത്. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധം ബലരാമന് കാണേണ്ടി വരികയും ചെയ്തു. അതാണ് ഈ അടുത്ത ശ്ലോകത്തിൽ പറയണത്. അതും കൂടി നോക്കാം അല്ലേ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു യാത്ര, പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി, ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. അത് കാരണം കഴിഞ്ഞ ആഴ്ച എനിക്കിതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. ശ്രീരാമൻ തീർത്ഥയാത്രാവിധിയിൽ അസുരനെ കൊന്നു പുണ്യപ്രദേശാൻ ശ്രീകാശി കാഞ്ചി കാവേരികൾ മധുര മഹേന്ദ്രാദി കന്യാകുമാരി. ശ്രീരാമൻ സേതു ബന്ധിച്ചവിടമൊരു ധനുഷ്കോടി ഇങ്ങനെ താനോരോന്നേ സേവ ചെയ്തങ്ങമലമതിമുതാ വന്നതും കൈതൊഴുന്നേൻ. ഒരു അസുരനെ കൊല്ലേണ്ടി വന്നു ശ്രീ ബലരാമന് എന്നാണ്. തീർത്ഥയാത്രാവിധിയിൽ അസുരനെ കൊന്നു എന്നാണ് പറഞ്ഞത് ശ്രീരാമൻ. വാവുതോറും മഹർഷിമാർ നടത്താറുള്ള ഒരു ഹോമം ഉണ്ടത്രേ. അപ്പം ആ ഹോമത്തെ ബല്വലൻ എന്ന ഒരസുരൻ, എല്ലാ വാവിനും ഇവർ നടത്തുന്ന ഈ ഹോമം ഈ അസുരൻ വന്ന് മുടക്കും. അവരെന്താണെന്ന് വെച്ചാൽ രക്തം, മലം, മാംസം ഒക്കെ ഈ ഹോമകുണ്ടത്തിലേക്ക് ഇങ്ങോട്ട് വർഷിക്കും മായ ചെയ്തിട്ട്. അപ്പോൾ ഇത് മുടങ്ങിപ്പോവും ഈ ഹോമം. അങ്ങനെ മടുത്തിട്ട് മഹർഷിമാരുടെ അപേക്ഷയനുസരിച്ചാണ് ഈ ബലരാമൻ ഈ അസുരനെ നിഗ്രഹിച്ചു. മഹർഷിമാർ ബലരാമനെ അനുഗ്രഹിച്ചു. പിന്നെ ബലരാമൻ തെക്ക് കിഴക്കായിട്ട് തീർത്ഥയാത്ര ആരംഭിച്ചു എന്നാണ് പറയണത്. ഒരുപാട് ബ്രാഹ്മണരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൗശികി നദിയിൽ സ്നാനം ചെയ്തു. സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനാണ് ശ്രേഷ്ഠ എന്ന സരസ്, അവിടെ സ്നാനം ചെയ്തു. സരയൂ തീരത്തിൽ കൂടി പ്രയാഗയിലെത്തി സംഗമ സ്നാനം ചെയ്തു. അവിടെ ദാനതർപ്പണാദികളൊക്കെ കഴിച്ചു ദേവപ്രീതി നേടി. പിന്നെ ഗോമതി, ഗണ്ഡകി തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു ഗയയിലെത്തി. പിന്നെ ദാനതർപ്പണ ഒക്കെ ചെയ്ത് പിതൃപ്രീതി വരുത്തി. അവിടെ നിന്ന് മഹേന്ദ്രപർവ്വതത്തിലെത്തി പരശുരാമനെ വന്ദിച്ചു. പിന്നെ പമ്പ തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് തിരുച്ചെന്തൂരിലെത്തി സുബ്രഹ്മണ്യനെ വന്ദിച്ച് ശ്രീശൈലത്തിലെത്തി ശിവദർശനം ചെയ്തു. തിരുപ്പതിയിൽ വന്ന് വെങ്കടാചലപതിയെ വന്ദിച്ചു. അതുപോലെ കാഞ്ചീപുരം വഴി കാവേരിയിൽ സ്നാനം ചെയ്തു. ശ്രീരംഗത്തും മധുരമീനാക്ഷിയെയും ഒക്കെ ദർശനം നടത്തി. ശ്രീ ബലരാമൻ തീർത്ഥയാത്ര ചെയ്ത സ്ഥലങ്ങളാണ് ഈ പറയണത്. അങ്ങനെ വന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അദ്ദേഹം വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അവിടെ രാമേശ്വരത്തെത്തി സേതു സ്നാനം ചെയ്തു. ബ്രാഹ്മണർക്ക് ദാനങ്ങളൊക്കെ ചെയ്തു. അതുപോലെ എന്നിട്ട് മലയപർവ്വതത്തിലെത്തിയിട്ട് അഗസ്ത്യനെ ദർശനം ചെയ്തു. കന്യാകുമാരിയിലെത്തി കന്യാകുമാരി ദേവിയെ ദർശിച്ചു. പിന്നെ പടിഞ്ഞാറ് വഴി വടക്കോട്ട് തിരിച്ച് തിരുവനന്തപുരത്തെത്തി എന്നാണ് പറയുന്നത്. പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശ്രീ പത്മനാഭസ്വാമിയെ ദർശിച്ചു.
അനേകം സൽക്കർമ്മങ്ങൾ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കേരളത്തിലുള്ള അനേകം പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു, പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. അങ്ങനെ ഗോകർണത്തേക്ക് പോയി അവിടെ ചെന്ന് ശിവദർശനം ചെയ്തു. അങ്ങനെ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പിന്നെ പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു എന്നാണ്. അവിടെയാണ് ദുര്യോധനന്മാർ തമ്മിൽ ഗദായുദ്ധം നടക്കുകയാണ് അവിടെ വച്ച് ബലരാമൻ കേട്ടു. ആ പ്രഭാസ തീർത്ഥം അവിടെ സ്നാനഘട്ടത്തിലെത്തിയപ്പോൾ ഒരു വാർത്ത കേട്ടു, ഭീമനും ദുര്യോധനും തമ്മിൽ ഗദായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടു. അപ്പോൾ ഭൂഭാരമൊക്കെ നശിച്ചല്ലോ എന്നോർത്ത് കുറച്ചൊരു സന്തോഷം തോന്നി. എന്നാലും ദുര്യോധനനോട് ഒരു ശിഷ്യവാത്സല്യം നല്ലോണം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ ഒന്ന് മധ്യസ്ഥത പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് കുരുക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ അന്യോന്യം അങ്ങോട്ട് ഭീമനും ദുര്യോധനനും തമ്മിൽ ചീത്ത വിളിച്ചിട്ട് ഗദായുദ്ധം അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ബലരാമൻ രണ്ടുപേരെയും ഉപദേശിച്ച് സമാധാനിപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് പല അടവും നോക്കിയിട്ടും പറ്റിയില്ല എന്ന് പറയാം. എന്നിട്ട് പിന്നെ എല്ലാം ഈശ്വരേച്ഛ എന്ന് വിചാരിച്ചിട്ട് മടങ്ങി പിന്നെ ദ്വാരകയിലെത്തി എന്നാണ് പറയണത്. പിന്നീട് ആ രേവതിയോടുകൂടി നൈമിഷാരണ്യത്തിലേക്ക് പോയി എന്ന് പറയുന്നു. അങ്ങനെ ദ്വാരകയിലെത്തിയ ആ ഭഗവാനെ കൈതൊഴുന്നേൻ എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.